Ready? Oh, July 4th at PT Usha. Yeah. So, Shirley ma'am, okay. Okay, Shirley ma'am, the dream of a flagship store is coming out on July 4th at PT Usha Road. And on behalf of her and all of us, we all welcome you. എല്ലാവരും വരണം. ജൂലൈ 4th 10:30 നെക്സ്റ്റ് ഫ്രൈഡേ ആണ്. നെക്സ്റ്റ് ഫ്രൈഡേ മോർണിംഗ് 10:30 ആണ് നമ്മൾ ടൈം വെച്ചിരിക്കുന്നത്. അപ്പോൾ എല്ലാവരും ഉണ്ടാവണം. നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാവണം. നല്ല വണ്ടർഫുൾ സാരീസ് ആൻഡ് അതൊരു മാജിക്കൽ വേൾഡ് ആയിട്ടാണ് ഞങ്ങൾ റിവീൽ ചെയ്യാൻ പോകുന്നത്. സോ വന്ന് കാണണം എല്ലാവരും. സാരിയില്ല, ജൂലൈ 4 അമേരിക്കൻ അമേരിക്കൻ ഷൂട്ട്. അതൊക്കെ കോയിൻസിഡൻസ് ആയിരുന്നു. പക്ഷെ അതിലും വലിയ സംഭവം എന്ന് പറയുന്നത് മിലൻ ഈസ് ഓപ്പണിംഗ് ദ ഫ്ലാഗ്ഷിപ്പ് സ്റ്റോർ അറ്റ് PT Usha റോഡ്. യുനോ അത് നമ്മുടെ ഒരു ഭയങ്കര ഡ്രീം ആയിരുന്നു. അങ്ങനത്തെ ഒരു സ്റ്റോർ, അങ്ങനത്തെ ഒരു ബിൽഡിങ് കൺസ്ട്രക്ട് ചെയ്ത് തന്നെ എൻ്റെ ഹസ്ബൻഡ് മിലൻ ഇറ്റലിയിൽ പോയി അവിടുത്തെ മില്ലിലെ ആർക്കിടെക്ട് എല്ലാം കണ്ട് അതിൻ്റെ ഈവൻ മെഷർമെൻറ്റ് വരെ എടുത്തോണ്ട് വന്നിട്ട് അത് വെച്ചിട്ട് ഓരോ ഇഞ്ചും നോക്കി പണിഞ്ഞ് എടുത്തൊരു ബിൽഡിംഗ് ആണ്. പുള്ളിയുടെ സ്വപ്നമാണത്. സോ കോയിൻസിഡൻസ് ആയിട്ട് വന്നൊരു കാര്യമാണ്. അമേരിക്കൻ ഇൻഡിപെൻഡൻസ് ഡേ തന്നെയാണ് ജൂലൈ 4. അമേരിക്കക്കാർക്ക് അത് സ്പെഷ്യൽ. അതെ, US ഉള്ളവർക്കും എല്ലാവരും. ഞാൻ US എൻ്റെ കസിൻസിനെ ഫ്രണ്ട്സിനെയൊക്കെ വിളിച്ചപ്പോൾ പറഞ്ഞു, ഞങ്ങളുടെ ഇൻഡിപെൻഡൻസ് ഡേ അതാണല്ലോ. ഞാൻ പറഞ്ഞു ഞങ്ങൾക്കും ഇൻഡിപെൻഡൻസ് കിട്ടുവാണ്, ഞങ്ങൾ സ്വന്തമായിട്ട് നമ്മുടെ ഒരു വലിയ നല്ലൊരു സ്വപ്നം പറ്റുന്നു. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഒന്നും കൂടെ പ്രാർത്ഥിക്കണം, പ്രാർത്ഥനയിൽ ഓർക്കണം. അപ്പോൾ എല്ലാവരെയും ഹാർദവമായി ക്ഷണിക്കുന്നു കേട്ടോ. 10:30 PT Usha റോഡ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. കെവിൻ ആൻഡ് സിബിയ ഇവരായിരിക്കും ഇനി അടുത്ത ഹാൻഡി Next generation. അതുകൊണ്ട് അവർ രണ്ടുപേരും Shirley first time എനിക്ക് തോന്നുന്നില്ല. അമേരിക്കയ്ക്ക് പോയാലും Yeah, I was going to say the ad. Shirley auntyയുടെ എനർജിയും അത് തന്നെ. It's so young and it's so youthful. നമുക്കൊരു സാരി ആഡ് എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് we don't think of this. First of all, it's New York and Times Square and our energy and the capture ചെയ്തിട്ടുണ്ട്. And I think that's you. And even one more ad is coming to release. അത് നമ്മൾ ഒരു ഓപ്പണിംഗ് കഴിഞ്ഞിട്ട് ചെയ്യാനാണ് അവിടെ വെച്ച് തന്നെ നടത്തിയ ഒരു ആഡും കൂടെ വരുന്നുണ്ട്. അത് നമ്മളിപ്പോൾ ചെയ്തില്ല. നെക്സ്റ്റ് ഓപ്പണിംഗ് കഴിഞ്ഞിട്ടൊരു ദിവസത്തേന് പ്ലാൻ ചെയ്തോണ്ടിരിക്കും. Okay. അപ്പോൾ വിൽ സി യു Again. ആഡിൻ്റെ ഡീറ്റെയിൽസ് ആക്ച്വലി ഞങ്ങൾ സാരി മാത്രമേ ഇവിടുന്ന് കൊണ്ടുപോയുള്ളൂ. ചിദംബരം പിന്നെ അഭിഷ ഇപ്പോൾ കണ്ടില്ല, അഭിഷ ലീ അവരായിരുന്നു എൻ്റെ പ്രൊഡക്ഷൻ. അബ്സലം എന്ന് പറഞ്ഞ പ്രൊഡക്ഷൻ. ഞങ്ങൾ 5-6 പേര് പോയി ഇവിടുന്ന്. ഞാനും കെവിനുമാണ് പോയത്. അവിടെ നിന്നാണ് മോഡൽസിനെ സെലക്ട് ചെയ്തത്. ഞാൻ ആലോചിച്ച് അവിടെ ചെന്ന് ഡ്രൈപ്പ് ചെയ്യാനൊക്കെ എന്തൊരു പ്രയാസപ്പെടുമായിരിക്കുന്നു. പക്ഷേ അവിടെയൊക്കെ ഡ്രൈപ്പിസ്റ്റൊക്കെ നമ്മുടെ മലയാളി പിള്ളേർ തന്നെ നല്ല ഡ്രൈപ്പിസ്റ്റുകളുണ്ട്. പിന്നെ മേക്കപ്പ് ആൻഡ് എവറിത്തിങ് അവിടെ ഉണ്ടല്ലോ, ഒബ്വിയസ്ലി അവരുണ്ടായിരുന്നു. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തേനേക്കാളും വളരെ ഈസി ആയിട്ട് നടന്ന കാര്യങ്ങൾ. ഇവിടെ നമുക്കൊരു ഔട്ട്ഡോർ ഷൂട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര പ്രയാസമല്ലേ, ഒത്തിരി ലോജിസ്റ്റിക്സ് ആണ്. അവിടെ ആക്ച്വലി ആകെ ഉണ്ടായിരുന്നൊരു പ്രോബ്ലം, ഞങ്ങൾക്ക് അവിടെ തണുപ്പ് ഭയങ്കര വിന്ററിലാണ് പോയത്. വിന്ററിൽ -20 -20 ഷൂട്ട് ചെയ്യേണ്ടി വന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാക്കറ്റിനകത്ത് പൊതിഞ്ഞിട്ട് മോഡൽസിനെ ഇങ്ങനെ പതിയെ കാണിക്കേണ്ടി വന്നു. അങ്ങനെയൊക്കെ കുറച്ച് റിസ്ക് എടുത്തു. അങ്ങനെയാണെങ്കിലും പക്ഷെ ഔട്ട് നമുക്ക് നന്നായിട്ട് കിട്ടി. എനിവേ അതിനേക്കാളും കൂടുതൽ നമ്മുടെ പ്രൊഡക്റ്റിനെ ഷോറൂമിൽ വന്ന് കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഞങ്ങൾ വെക്കാൻ പോകുന്ന അല്ലെ ഞങ്ങൾ വെച്ച് തുടങ്ങിയേക്കുന്ന പ്രോഡക്റ്റ്സ് എന്തൊക്കെയാണെന്നും എങ്ങനെയുള്ളതാണെന്നും. അത് എബോവ് ദാൻ ന്യൂയോർക്കിലെ ടൈംസ് സ്ക്വയറിനേക്കാളും മേലെയാണ് ഞങ്ങൾ വെച്ചേക്കുന്നതെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഇനി നിങ്ങളും കൂടെ ഒക്കെ വരണം, എല്ലാവരും വന്ന് കാണണം. Obviously you should come. Yes. Okay, you all, yeah. നമ്മുടെ എനിക്ക് എപ്പോഴും ബിസിനസ്സിനേക്കാളിലും ഉപരി നമുക്ക് നല്ല പ്രോഡക്റ്റ്സ് എങ്ങനെ ആൾക്കാർക്ക് കൊടുക്കാം, നല്ല പ്യുവറായിട്ടുള്ള പ്രോഡക്റ്റുകൾ എങ്ങനെ ആൾക്കാരിലേക്ക് എത്തിക്കാം. ഇപ്പം നെയ്ത്ത് തന്നെ എടുത്തത് തന്നെ നമ്മുടെ ഇന്ത്യൻ വ്യൂവേഴ്സിനോടുള്ള ഒരു ട്രിബ്യൂട്ടായിരുന്നു റിമ ചെയ്ത ഡാൻസ് ഫോം. എന്ന് പറയുന്ന പോലെ തന്നെ നമുക്ക് സാരികൾ ഏത് വിലയ്ക്കും സാരി കിട്ടും. പക്ഷേ ആ കൊടുക്കുന്നത് അതിൻ്റെ ഫോൾ ആൻഡ് അതിൻ്റെ ടച്ച് ആൻഡ് ഫീലൊക്കെ നമ്പർ വൺ ക്ലാസ്സി ആയിരിക്കണമെന്ന് നിർബന്ധമായിട്ടും എൻ്റെ മനസ്സിലുണ്ട്. അതുകൊണ്ടാണ്
അങ്ങനെ ഒരു സ്റ്റോർ തന്നെ അതേ രീതിയിലൊരു സ്റ്റോറും ഉണ്ടാക്കി അതിലേക്ക് വെക്കാൻ പോകുന്ന പ്രോഡക്റ്റും അങ്ങനത്തെ തന്നെയാണ്. അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ദൈവം തമ്പുരാൻ അനുഗ്രഹിച്ച് നന്നായിട്ട് വരുമെന്ന്. അപ്പോൾ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന വേണം. താങ്ക് യു സോ മച്ച്. Thank you. ഓക്കെ, താങ്ക് യു. Yeah, Ritu. Yeah, thank you so much for having me here, and thank you media. നിങ്ങളൊക്കെ വന്നതിനും ഞങ്ങളെ എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്നതിനും. അപ്പോൾ മിലൻ്റെ കാര്യം ഞാൻ എപ്പോഴും പറയുന്നത് വെരി യുണീക്ക് ആൻഡ് ആ ഒരു ടാഗ് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ബോൺ ടു ലീഡ് അല്ലേ. സോ വെരി പ്രൗഡ് ആൻഡ് ടു ബി എ പാർട്ട് ഓഫ് മിലൻ. ആൻഡ് ഗ്ലോബലി അവർക്ക് ഇനിയും നമ്മളുടെ ഇന്ത്യൻ കൾച്ചറിനെയും ഫാഷനെയും ഗ്ലോബലി ലീഡ് ചെയ്യാൻ പറ്റട്ടെ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു സോ മച്ച്. ആൻഡ് വൺ മോർ തിങ്, വി സ്റ്റാർട്ടഡ് അവർ ഓൺലൈൻ ഓൾസോ. അതും അതിൻ്റെ ഒരു പാർട്ടായിരുന്നു US വെച്ച് ഷൂട്ട് ചെയ്തതന്നെ. നമ്മുടെ ഓൺലൈൻ സ്റ്റോർ ഇപ്പോഴാണ് ഓപ്പൺ ആക്കിയത്. അതൊരു സോഫ്റ്റ് ലോഞ്ച് കഴിഞ്ഞിട്ടേ ഉള്ളൂ. സോ ഈ ലോഞ്ച് സ്റ്റോർ ലോഞ്ച് കഴിഞ്ഞിട്ട് വേണം അതിൻ്റെ കൂടുതൽ അഡ്വർടൈസ്മെൻറ്റും അങ്ങനത്തെ പരിപാടികളൊക്കെ ചെയ്യാൻ. അപ്പോൾ നിങ്ങളെല്ലാവരും വിളിക്കും, അതിനും വരണം. ഓൺലൈൻ സ്റ്റോറിൻ്റെ ഓപ്പണിങ് ലോഞ്ച് ചെയ്തു, സോഫ്റ്റ് ലോഞ്ച് ആയിരുന്നു. പക്ഷേ നമുക്കത് കുറച്ചും കൂടി പ്രീമിയമായിട്ട് ചെയ്യണം. അപ്പോൾ അത് ഞങ്ങൾ സെയിലൊക്കെ തുടങ്ങി ഓൺലൈനിൽ. പക്ഷേ എന്നാലും നമുക്ക് ഒന്നും കൂടെ വി ഹാവ് ടു സെലിബ്രേറ്റ് അവർ ഓൺലൈൻ സ്റ്റോർ. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓക്കെ.